ഞാൻ ഈ ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ഉണ്ടല്ലോ, നമ്മളുടെ ഇപ്പോഴത്തെ മഴക്കാലത്തൊക്കെ പറ്റിയൊരു വീഡിയോയാണ്. അതായത് മഴക്കാലം വരുമ്പോൾ നമുക്ക് തുണി ഇണക്കുവാനായിട്ട് വീടിന്റെ അകത്ത് അഴയുണ്ടാവും, അതുപോലെ വീടിന്റെ പുറത്ത് അഴയുണ്ടാവും, നമ്മുടെ സിറ്റ് ഔട്ടില്, വർക്ക് ഏരിയയില്, അങ്ങനെ എല്ലാ ഭാഗത്തും നമ്മൾ കുറെ അഴ കെട്ടും അല്ലെ. തുണി ഇളക്കുവാനായിട്ട് കുറെ അധികം ബുദ്ധിമുട്ടുന്നവരാണ് നമ്മള്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് അഴയൊന്നും വേണ്ട, അപ്പൊ നമുക്ക് അഴയൊന്നും ഇല്ലാതെ വളരെ സിമ്പിൾ ആയിട്ട് തുണി ഉണക്കുവാൻ പറ്റിയൊരു ട്രിക്കാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇപ്പൊ ട്രിക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിനൊന്നും ഉണ്ടാക്കേണ്ട, ഒന്നും സ്റ്റിച്ച് ചെയ്യേണ്ട, വളരെ ഈസി ആയിട്ടൊരു മെത്തേഡാണ്. അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു പഴയ കുടയാണ്. എല്ലാവരുടെയും വീട്ടിലുണ്ടാവും പഴയ കുട അല്ലെ. അപ്പൊ ഞാനിപ്പോ ഒരു പഴയ കുടയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ കുടയൊന്ന് വിടർത്താം. അപ്പൊ ഈ കുടയുടെ കംപ്ലൈന്റ് ആദ്യമേ കാണിച്ചിടാം. ഇതിങ്ങനെ വിടർത്തിയിട്ടുണ്ടെങ്കിൽ വിടരില്ല, ഇവിടുത്തെ ആ ഒരു സംഭവം ഉണ്ടല്ലോ അതങ്ങ് വിട്ടുപോയി. അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ വിചാരിക്കും പുത്തം പുതിയ കുട ഇതിനായിട്ട് എടുക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ എന്ന് നിങ്ങൾ പലരും കമന്റ് ചോദിക്കും. അപ്പൊ നമുക്ക് ഇനി ഇതിൽ ചെയ്യേണ്ടത്, നമുക്ക് ഈ കുടയുടെ ഈ ഒരു ശീല അങ്ങ് മാറ്റിയെടുക്കാം. അപ്പോൾ നമുക്ക് ഒരു ബ്ലേഡ് വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് ഇങ്ങനെ ഈ നൂല് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റാം. അപ്പൊ അതെ കുടയുടെ നമ്മൾ ഈ ഒരു തുണി മൊത്തമായിട്ട് അഴിച്ചെടുക്കും കേട്ടോ. അപ്പൊ ഞാൻ ഇവിടെ ഇങ്ങനെ കറക്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാനിപ്പോ എടുത്തിരിക്കുന്നത് ചീത്തക്കുടയാണ്, എനിക്കിതിങ്ങനെ ഒന്നും ആയി കിട്ടത്തില്ല, പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഓക്കെ, ഇനി നമുക്ക് കുടയുടെ ഈ അറ്റത്തുണ്ടാവുന്ന ഈ വള്ളിയില്ലേ അത് 2 കഷ്ണമൊക്കാം. ഇത്രയും പണിയുള്ളൂ, നമ്മൾ ഇതിലൊന്നും തന്നെ ഉണ്ടാക്കി എടുത്തിട്ടില്ല. ഇതിപ്പോ എനിക്കിപ്പോ ഇവിടെ ലോക്ക് വീഴുന്നില്ല എന്നൊരു കംപ്ലൈന്റേ ഉള്ളൂ. ലോക്ക് വേണം, അത്രയും നല്ലത്, നമുക്ക് അത്രയും ഒരു കട്ട് ഇതിന് കിട്ടും. ഇനി ഞാൻ കാണിച്ചു തരാം തുണി എങ്ങനെയാണ് ഇതിൽ ഇടുക എന്നുള്ളത്. അപ്പൊ നമുക്ക് ഇത് നമ്മുടെ സിറ്റ് ഔട്ടിലോ അല്ലെങ്കിൽ വർക്ക് ഏരിയയിലോ ഇതിങ്ങനെ കെട്ടി തൂക്കി ഇടാം. എത്ര തുണി കൊള്ളുമെന്നോ എണ്ണീട്ടില്ല, എണ്ണീട്ട് പറഞ്ഞുതരാം. അപ്പോൾ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടി വെക്കാം. എന്നിട്ട് നമുക്കിതിൽ തുണി വിരിക്കാം. ഇനി അപ്പൊ ഞാനിതില് ഒത്തിരി തുണികൾ ഇട്ടിട്ടുണ്ട്, ജീൻസ് ഇട്ടിട്ടുണ്ട്, കട്ടിയുള്ള തുണിയൊക്കെ നമുക്കിതിലിടാം. കൊടക്കമ്പിയല്ലേ, അത്യാവശ്യം നല്ല കട്ടിയിടാം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ അറ്റം എന്തെങ്കിലും ഒരു തുണി കൊണ്ട് ഇങ്ങനെ ഒന്ന് കുത്തി വെച്ചോ. കുട്ടികളൊക്കെ ഉള്ള വീടുകളിലാണെങ്കിൽ കണ്ണിട്ട് ചിലപ്പോൾ കൊണ്ടാലോ, നിങ്ങളൊന്ന് കെട്ടി ഇങ്ങനെ വെച്ചാൽ മതി. അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ ഐഡിയ? നമുക്കിനി ഇതിൽ ബെഡ്ഷീറ്റ് ഇടാം, സാരി ഇടാം, മുണ്ടിടാം, ഒന്ന് റൗണ്ട് ചെയ്തിട്ടൊന്ന് ഇട്ടാൽ മതി. എന്നിട്ട് ക്ലിപ്പോ വല്ലതും കുത്തിവെക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ കാറ്റ് വരുമ്പോൾ പറന്നു പോകും. അപ്പൊ ഞാൻ ഇങ്ങനത്തെ ഒരു ഐഡിയ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പൊ നമ്മള് മഴ വന്ന സമയത്ത് നമ്മൾ ഒത്തിരി കഷ്ടപ്പെടില്ലേ തുണിയൊക്കെ വിരിക്കുവാനായിട്ട്, വീട് മൊത്തം മഴയായിരിക്കും. അപ്പൊ അതേ ഇങ്ങനത്തേക്ക് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് കാറ്റ് കൊണ്ടിട്ട് നമുക്ക് ഉണങ്ങി കിട്ടും. മഴയൊന്നും നമുക്ക് നനയില്ല. അപ്പൊ ഇനി മഴ വരികയാണെങ്കിൽ തന്നെ ഇതേ നമുക്കിതങ്ങോട്ട് അഴിച്ചുണ്ടും കൂടെ അകത്തേക്ക് ഇങ്ങനെ തന്നെ അങ്ങോട്ട് കൊണ്ടുപോകാം. ഇനി അകത്ത് എവിടെയെങ്കിലും ഒരു ഹുക്ക് ഉണ്ടെങ്കിൽ അവിടെ അങ്ങോട്ട് തൂക്കി നമുക്ക് ഇടുകയും ചെയ്യും. അപ്പൊ നമുക്ക് തുണി ഉണക്കി കഴിയുമ്പോൾ തുണിയെല്ലാം ഇതിൽ നിന്ന് ഞാൻ ഒന്ന് മാറ്റട്ടെ. തുണി മാറ്റി കഴിയുമ്പോൾ നമുക്കിത് ഇങ്ങനെ അങ്ങോട്ട് ചുരുക്കി വെക്കുകയും ചെയ്യാം. വേണമെങ്കിൽ ഈ വള്ളി വെച്ചിട്ട് നമുക്കിതിങ്ങനെ കെട്ടിയും വെക്കാം. അപ്പൊ നമുക്ക് സ്ഥലം മുടക്കില്ല, നമുക്കിനി അടുത്ത കൊല്ലം ഇത് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പൊ എങ്ങനെയുണ്ട് ഐഡിയ? എല്ലാവരും ഇതൊന്നും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യാം. അപ്പൊ ഞാൻ ഒന്നും കൂടി പറയുകയാണ്, കുട്ടികളുള്ള വീട്ടില് നമ്മുടെ ആ കുടക്കമ്പിയുടെ അറ്റം ഉണ്ടല്ലോ, എന്തെങ്കിലും വെച്ചൊന്ന് കെട്ടിക്കൊടുത്തോ, കണ്ണിട്ട് കൊള്ളും അല്ലെങ്കിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക്